നിന്നിൽ നിന്ന് ഞങ്ങൾ ദയ പ്രതീക്ഷിക്കുന്നു. ഉദാലുവായ പിതാവിന്റെ ദയാലുവായ പുത്ര, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാഗിനേയ, നിന്നിൽ നിന്ന് ഞങ്ങൾ ദയ പ്രതീക്ഷിക്കുന്നു. നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഹാനായ പ്രവാചകൻ ആകാശസീമകളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ പറ്റി പറഞ്ഞതെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. പ്രപഞ്ചത്തിന് മൊത്തം കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് എന്നെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ കാരുണ്യമാണ് കാണിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ എല്ലാവരോടും ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഇദ്ഹബൂ അൻതും തുലഖാ, പോവുക, നിങ്ങളെല്ലാവരും സ്വതന്ത്രന്മാരാണ്, പൊക്കൊള്ളുക, നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവുമില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം എനിക്ക് ആരോടും ഒരു പ്രതികാരവുമില്ല, ആരോടും എനിക്ക് എതിർപ്പില്ല. എന്നെ കല്ലെറിഞ്ഞവരെ പൊക്കൊള്ളുക, എന്നെ ചീത്ത വിളിച്ചവരെ പൊക്കൊള്ളുക, എന്നെ ആട്ടിപ്പായിച്ചവരെ പൊക്കൊള്ളുക. ഞാൻ സമാധാനം തേടി മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ വന്ന് എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചവരെ പൊക്കൊള്ളുക. നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവുമില്ല, നിങ്ങളെല്ലാവരും പൊക്കൊള്ളുക. കാരുണ്യമാണ്, കാരുണ്യമാണ്, കാരുണ്യമാണ് പ്രവാചകൻ. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളാ. നിന്റെ അയലത്തുകാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ വളരെ ഗൗരവമായ കാര്യമാണ്. പ്രവാചകൻ എന്താ പറഞ്ഞത്? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ അയൽക്കാരൻ വിശന്നൊട്ടിയ വയറുമായി കഴിയുമ്പോൾ ഇപ്പുറത്തിരുന്ന് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ലെന്ന് പറഞ്ഞപ്പോൾ അയൽക്കാരൻ മുസ്ലിമാകണമെന്ന് പ്രവാചകൻ പറഞ്ഞില്ല. അണ്ടൂർക്കോണത്തെ സമ്പന്നനായ സഹോദരൻ വൈകുന്നേരം ബിസിനസ് കഴിഞ്ഞ് AC കാറിൽ തിരിച്ചു വന്ന് AC മുറിയിൽ കയറി വിശ്രമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിലേക്ക് എത്തി തീന്മേശയ്ക്ക് മുന്നിൽ വന്നിരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം അടച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി ആ കൊതിയൂറുന്ന ഭക്ഷണം കഴിക്കാൻ അതിലേക്ക് കൈവെക്കുമ്പോൾ നിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നിന്റെ കയ്യിൽ കയറി പിടിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്താണത്? ഭക്ഷണം നീ കഴിച്ചോ, പക്ഷേ കഴിക്കുന്നതിന് മുമ്പ് നിന്റെ അയലത്തെ വീട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നീ നോക്കണം. അത് പറഞ്ഞപ്പോൾ അയൽക്കാരനായ മുസ്ലിം പട്ടിണി കിടക്കുന്നോ നോക്കണമെന്ന് പറഞ്ഞില്ല. അയൽക്കാരൻ മുസ്ലിം ആകട്ടെ, അയൽക്കാരൻ ഹിന്ദു ആകട്ടെ, അയൽക്കാരൻ ക്രിസ്ത്യാനിയാകട്ടെ, അയൽക്കാരൻ സിഖ് മതസ്ഥനാകട്ടെ,